നല്ല ടൈപ്പ് പഴുത്ത ചക്കയൊക്കെ ഉണ്ടാവില്ലേ. കുറേയൊക്കെ മഴ പെയ്തൊക്കെ വെള്ളം കടന്നിട്ടുണ്ടാവും, എന്നാലും പേടിക്കണ്ട, നമുക്ക് ചക്ക വരട്ടി ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ചക്ക വരട്ടി വെച്ച് ഇതേപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ചക്ക വരട്ടി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടിട്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്ക്. കഴിച്ചാലും മതിയാവില്ല, നമ്മൾ വീണ്ടും ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് മധുരമൊക്കെ ചേർത്താൽ മതി. പഴുത്ത ചക്ക ആയതുകൊണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇതിൽ പഴമൊന്നും ചേർക്കുന്നില്ല. കൂഴച്ചക്ക വെച്ചാണ് നമ്മളെ നാട്ടിൽ പഴഞ്ചക്ക എന്ന് പറയും, അത് വെച്ചാണ് ഇത് തയ്യാറാക്കിയത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അത് കഴുകി കുതിർത്ത് വെച്ചതാണ്. ഇത് ഒരു 3 മണിക്കൂർ നേരമാണ് ഞാനിത് കുതിർത്ത് വെച്ചത്. പിന്നെ നമ്മളിതാ വരട്ടി വെച്ച ചക്ക എടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് ചക്കയുണ്ട്. 1/2 കിലോ പച്ചരിക്ക് 1.5 കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തത്. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച അരി 2 തവണയായിട്ടൊന്ന് അരച്ചെടുക്കണം. പകുതിയിലധികം ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്നില്ല, അതേപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. എന്നിട്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഈ അരച്ച അരിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള അരി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം അല്പം കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെള്ളം അധികം ചേർത്ത് തന്നെയാണ് കുറച്ച് ലൂസായിട്ട് അരച്ചെടുത്തത്. കണ്ടില്ലേ, ഇത് കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചക്ക വരട്ടിയത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചക്ക വരട്ടിയത് നല്ലോണം ഒന്ന് ഇതിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കൈവച്ചിളക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിലങ്ങ് മാവിലങ്ങ് കലങ്ങി കിട്ടാനായിട്ട്. കണ്ടില്ലേ, ഇത് ഇപ്പം നല്ലോണം ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി അത് നേരത്തെ അരി അരച്ച് വെച്ച ആ പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്പാച്ചില വെച്ച് വടിച്ച് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എടുത്ത് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ അരച്ച് വെച്ച ചക്കേൻ്റെ ഒക്കെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തത്. 400 ഗ്രാം ശർക്കര പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം, അലിയിച്ചെടുക്കണം. ഇതിവിടെ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചൂടോടെ തന്നെ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അരിയിലേക്കും ചക്ക വരട്ടിയിലേക്കൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു വിസ്ക് വെച്ച് നല്ലോണം ഒന്നങ്ങ് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മൾ കരണ്ടിയൊക്കെ വെച്ച് ഇളക്കി മിക്സ് ആക്കുമ്പോൾ ചിലപ്പം നല്ലോണം ഒന്ന് മിസ്സായി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വിസ്ക് എടുത്തത്. നിങ്ങൾക്ക് വിസ്കിന് പകരം കരണ്ടി എന്ത് വെച്ച് വേണമെങ്കിലും ഇതേപോലെ മിക്സാക്കി എടുക്കട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക, അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്കതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പൊടിച്ച ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അത് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇളം ചൂടോടെ തന്നെ, മാവൊക്കെ ഇളം ചൂടാണ്, ആ ഇളം ചൂടോടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നത്. ചക്ക വരട്ടിയ മധുരം ചേർത്ത് ഉണ്ടാക്കിയതായത് കൊണ്ടാണ് നമ്മൾ ഈ അപ്പത്തിന് മധുരം കുറച്ച് ചേർത്ത് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 1/2 കിലോ അരിക്ക് 1/2 കിലോ ശർക്കരയൊക്കെ എടുക്കും. മധുരം കൂടുതൽ വേണ്ടവർ ഒരു 600 ഗ്രാമൊക്കെ എടുക്കും. ഞാനിപ്പോൾ 1/2 കിലോ അരിക്ക് 400 ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലോണം മിക്സാക്കി കൊടുത്ത ശേഷം ഞാനതിലേക്ക് 1 നുള്ളു ഉപ്പും പിന്നെ 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നുകൂടി ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കായൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ മുറി അരമുറി തേങ്ങ ഇതേപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചത് 3/4 മൂപ്പാവുമ്പോൾ മാറ്റി ഞാൻ ആ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയതാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവിൻ്റെ പരിപാടി. എന്നിട്ട് കരണ്ടി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ലൂസ് മതി കേട്ടോ. നമ്മളെ ഉണ്ണിയപ്പത്തിന് ഇതിൽ ലൂസായാലും ഉണ്ണിയപ്പം പൊട്ടിപ്പോകും, അതുപോലെ ഇതിലും കട്ടിയായാലും പൊട്ടിപ്പോകും.
നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ചുട്ടാൽ അത്രയും ടേസ്റ്റാണ്. ഞാനിപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലാണ് ഇവിടെ എടുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓരോ കരണ്ടി, ചെറിയ ഒരു കരണ്ടി ഇതിൽ മാവ് ഒരു 1/4 ഭാഗം നിൽക്കുന്നവരെ ആക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വേവിച്ചെടുക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എണ്ണ നല്ലോണം ചൂടാവാത്തത് കൊണ്ട് ചെറുതായി പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം പറഞ്ഞതൊന്നും ഒട്ടും പൊട്ടാതെ തന്നെയാണ് കിട്ടിയത്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യത്തേത് മാത്രമാണ് ഇങ്ങനെയൊന്ന് പൊട്ടിപ്പോയത്. അത് ഒഴിച്ചപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടില്ല എന്ന്. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അപ്പമൊന്നും പൊട്ടാണ്ട് കിട്ടും. പിന്നെ ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ. തീ കൂട്ടി വെക്കുമ്പം അപ്പത്തിൻ്റെ ഉള്ളിൽ വേവുകയില്ല. മുകൾ ഭാഗമൊക്കെ പെട്ടെന്നങ്ങ് കരിഞ്ഞ് കളറും മാറിപ്പോവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 1-2 തവണ തിരിച്ചും മറച്ചോട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി മഴക്കാലത്ത് ചക്കയിൽ വെള്ളം കടന്നു പോയെന്ന് വിചാരിച്ചാൽ ആരും ചക്കയൊന്നും കളയണ്ട കേട്ടോ. ഇതേപോലെ നിങ്ങൾ വരട്ടി വെച്ചാൽ നിങ്ങൾക്ക് എപ്പം ചക്കയപ്പം ഉണ്ടാക്കണമെന്നോ ഉണ്ണിയപ്പോ അട എന്തുണ്ടാക്കണമെന്നോ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് കഴിഞ്ഞ വർഷം മഴയത്ത് വെള്ളം കടന്ന ഒരു കൂഴച്ചക്ക വെച്ച് ഉണ്ടാക്കിയെടുത്ത ചക്ക വരട്ടിയതാണിത്. ഇതിപ്പോൾ 1 വർഷമായി ഞാനിവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട്, ഒന്നും ആയിട്ടില്ല ഇതുവരെ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ എടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. മധുരമൊക്കെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ചക്ക വരട്ടുമ്പം അതിൽ മധുരം ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മധുരമൊക്കെ കുറച്ച് ചേർത്താൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. എടുത്ത് മുറിച്ച് നല്ല ചക്കയാണ്.